എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. അങ്ങനെ പോയി നമ്മളിപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ഒരു കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. മലദൈവങ്ങളുടെ അധിപനായ ഊരാളി അപ്പൂപ്പനെ കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കാട്ടിൽ മാത്രം താമസിക്കുന്ന ആദി ദ്രാവിഡ നാഗഗോത്ര ജനതയുടെ ആചാരങ്ങൾ ഇപ്പോഴും അണുവിട തെറ്റാതെ പിന്തുടരുന്ന കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. അച്ചൻകോവിൽ കോന്നി ശബരിമല കാനനപാതയിൽ അച്ഛൻ കോവിലാറിന്റെ തീരത്താണ് 24 മണിക്കൂറും പ്രാർത്ഥനയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന ഈ കാനന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാടിന്റെ നടുക്കിലുള്ള ഒരു ക്ഷേത്രം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തിന്റെ പ്രതീകമാണ് ഈ കാനന ക്ഷേത്രം. പഞ്ചഭൂതങ്ങൾ കുടികൊള്ളും 5 നടകൾ പിന്നിട്ട് പ്രാർത്ഥനയുടെ പരവതാനി വിരിക്കുന്ന 41 പടികൾ ഇറങ്ങിയാൽ അച്ഛൻ കോവിലാറിന്റെ വിശ്വാസ തീരമായി. അങ്ങനെ ഞങ്ങളും ഈ 41 പടികൾ ഇറങ്ങി ഊരാളി അപ്പൂപ്പനെ കാണാനായിട്ട് വന്നതാണ് ഇവിടെ. മലദൈവങ്ങളുടെ അധിപനാണ് ഊരാളി അപ്പൂപ്പൻ. 999 മലകൾക്ക് കാവലാളായി നിൽക്കുന്ന ഊരാളി അപ്പൂപ്പൻ പാണ്ടിനാടും മലയാളക്കരയും അടക്കിവാണ വീരയോദ്ധാവാണെന്നാണ് വിശ്വാസം. കാവിന്റെ അധിപനായ ഊരാളി അപ്പൂപ്പനെയും തൊട്ടരികിൽ ഊരാളി അപ്പൂപ്പന്റെ അമ്മ എന്ന സങ്കല്പത്തിൽ അമ്മൂമ്മയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കല്ലേലി അപ്പൂപ്പന്റെ അനുഗ്രഹം തേടി നാനാ ദിക്കുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ ദിവസവും ഇവിടെ എത്തുന്നുണ്ട്. ഒരു കാടിന് നടുക്കിലേക്കാണ് ഇത്രയധികം ആളുകൾ വന്നു ചേരുന്നത് എന്ന് കണ്ടപ്പോൾ അതിശയം തോന്നി. ഇവിടുത്തെ പ്രാർത്ഥനകൾക്കൊക്കെ ഓരോ ആചാരങ്ങളും ചിട്ടകളൊക്കെ ഉണ്ട്. ഇവിടെ പ്രധാനമായിട്ടും പൂജ നടത്തുന്നത് ആദിഗോത്രവർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. ഇവിടെ കരിങ്കോഴി, നാടൻ കോഴീനൊക്കെ നേർച്ച കൊടുക്കുന്ന ഒരു പതിവുണ്ട് തോന്നുന്നു. ഈ കാടിന് ചുറ്റും നിറയെ വലിയ മരങ്ങളാണുള്ളത്. ഒരു കാവാണ്, അതിന് ചുറ്റും നിറയെ മരങ്ങളുണ്ട്. അതിലൊക്കെ ഇഷ്ടം പോലെ കുരങ്ങന്മാരും ഉണ്ട് കേട്ടോ. പിന്നെ കൂടെ ഭക്തരെ കാഴ്ചവെച്ചിട്ടുള്ള കോഴികളും ഉണ്ട് കൂട്ടിന്. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പന്റെ അനുഗ്രഹത്തിനായി ഓരോ ഭക്തരും സമർപ്പിക്കേണ്ട ഇഷ്ട വഴിപാടാണ് പിന്നെ ഇവിടെ താമ്പൂല സമർപ്പണം. സകല ദുഃഖങ്ങളും ദുരിതങ്ങളെയും ശമിപ്പിക്കാൻ താമ്പൂല സമർപ്പണത്തിന് കഴിയുമെന്ന് പറയുന്നു. താമ്പൂലം എന്ന് പറയുമ്പോൾ മുറുക്കാൻ വഴിപാട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. താമ്പൂലം വാങ്ങി തിരുനടയിലേക്ക് പ്രവേശിച്ച ശേഷം ഓരോരോ ചിട്ടകളുണ്ട് കേട്ടോ. ഇവിടെ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ദിവസവും കരിക്ക് പടയനിയുമുണ്ട്. കള്ള്, താമ്പൂലം, കരിക്ക് തുടങ്ങിയവയാണ് ഈ അടുക്കിലുള്ളത്. അതാണ് നമ്മൾ അപ്പൂപ്പനെ കാഴ്ചവെക്കാൻ പോകുന്നത്. ആദ്യമായി വരുന്ന ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മൈക്കിലൂടെ ഇവിടെ വിളിച്ചു പറയുന്നുണ്ട് എപ്പോഴും കേട്ടോ. ഇവിടെ വരുന്ന മിക്ക ഭക്തരും മുറുക്കാൻ വഴിപാട് തന്നെയാണ് സമർപ്പിക്കുന്നത്. അപ്പം നമ്മളും അത് കഴിക്കാൻ വേണ്ടിയിട്ട് ചീട്ടൊക്കെ രശീതാക്കി അവരവിടെ നിന്ന് തന്നെ പറഞ്ഞു തരുന്നുണ്ട് ഇതെന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഒരു മുറം തരുന്നുണ്ട്, അതിലൊരുപാട് സാധനങ്ങളുണ്ട്. അത് ഓരോ സ്ഥലത്തും സമർപ്പിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ളത് അവർ പറഞ്ഞു തരുന്നുണ്ട്. അത് ചെയ്യിക്കാനായിട്ട് അവിടെ ഓരോരോ സ്ഥലത്തും ഓരോ ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അവർ പറയുന്നതിനനുസരിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഓരോന്ന് സമർപ്പിക്കുകയാണ് വേണ്ടത്. അപ്പം അപ്പൂപ്പനെ നമ്മൾ കള്ളും മുറുക്കാനൊക്കെ സമർപ്പിക്കുക. അതുപോലെ തന്നെ അമ്മൂമ്മയ്ക്ക് നമ്മൾ വിത്തും വട്ടിയും സമർപ്പിക്കും. അങ്ങനെ ഓരോരോ ഉപദേവതകൾക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ. അതിലെ പടിഞ്ഞാറ് തിരുവാർ കടലിനെ നോക്കി നോട്ടമുറപ്പിച്ച ഹരിനാരായണ തമ്പുരാനുണ്ട്. കല്ലേലി കൗള ഗണപതി ഉണ്ട്. പിന്നെ കല്ലേലി കുട്ടിച്ചാത്തൻ ഭഗവാനുണ്ട്. കല്ലേലി അമ്മൂമ്മ സന്നിധി, ലോകത്തിന്റെ മാതാവാണ് കല്ലേലി അമ്മൂമ്മ. പിന്നെ കല്ലേലി ആദ്യ ഒരുമണിയൻ, അതായത് പറക്കും പക്ഷി 10000 മുറിവിൽ തൊട്ട് 8000 മുറവർഗത്തിനെയും ഊട്ടുംപൂച്ചയൊക്കെ നടത്തുന്ന ഒരു സ്ഥലം. അതുപോലെ തന്നെ കല്ലേലി പരാശക്തി അമ്മ, പിന്നെ കല്ലേലി വനദുർഗ അമ്മ, പിന്നെ ശക്തി സ്വരൂപിയായി കല്ലേലി നാഗരാജനും നാഗയക്ഷിയും ഉണ്ട്. അതുപോലെ തന്നെ കല്ലേലി കൊച്ചു കുഞ്ഞ് അർദ്ധല തമ്പുരാൻ, പിന്നെ കല്ലേലി യക്ഷി അമ്മ, പിന്നെ ഭാരത പൂങ്കുറവൻ അപ്പൂപ്പനും ഭാരത പൂങ്കുറുത്തി അമ്മൂമ്മ, പിന്നെ കല്ലേലി കാവിലെ പർണശാല, അതായത് പൂർവികർക്കും പിതൃക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടൊരു സ്ഥലം, പിന്നെ ആശാൻ പർണശാല എന്നിങ്ങനെയൊക്കെയാണ് ഇവിടെ ഉപദേവതകളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇവരെല്ലാം പ്രാർത്ഥിച്ച ശേഷം താമ്പൂലം കൊണ്ട് നമ്മൾ ഇവിടെ വരണം കേട്ടോ. അതായത് മുറത്തിലുള്ള ബാക്കി സാധനങ്ങളും കൊണ്ടിട്ട് ഈ സ്ഥലത്തിനെയാണ് കളരി എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മുടെ നാളും ഇതൊക്കെയുള്ള ഷീട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ഈ മുറത്തിലുള്ള ഈ തേങ്ങ എടുത്തിട്ട് അവരവിടെ ഉടച്ച് പ്രാർത്ഥിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കിനി സംഭവിക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ പറഞ്ഞ് നമുക്ക് വേണ്ടി അവർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. നമുക്കൊരു ഉത്തരം പറഞ്ഞു തരും. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ആ ഉത്തരത്തിൻ്റെ വഴിയിലൂടെ നമ്മളോട് സഞ്ചരിക്കാനാണ് അവർ പറയുന്നത്. ആ ഉടച്ച തേങ്ങ തിന്നാനായിട്ട് ഇവിടെ കുറേ വാനരന്മാരും ഉണ്ട് കേട്ടോ. കാവിലെ ശക്തി ചൈതന്യങ്ങളായ വാനരന്മാർക്ക് വേണ്ടിയിട്ട് പല വർഗ്ഗങ്ങൾ ചേർത്തുള്ള ഊട്ട് നൽകി വരുന്നുണ്ട് ഇവിടെ. ഭക്തർ സ്വന്തം കൈകളാൽ വാനരന്മാർക്ക് ഊട്ട് നൽകുമ്പോൾ പ്രകൃതിയുടെ സംരക്ഷണ വലയം ഭക്തർക്ക് വന്നു ചേരുന്നു.
അതുപോലെ തന്നെയാണ് മീനൂട്ട് പൂജ. പുണ്യപ്രവാഹിനിയായ അച്ചൻകോവിൽ നദിയിലെ തിരുമീനുകൾക്ക് ഭക്തരുടെ വഴിപാടായി നിത്യവും മീനൂട്ട് പൂജ നടത്തിവരുന്നു. ത്വക്ക് രോഗശമനത്തിനും മത്സ്യബന്ധനത്തിൽ ഉപജീവന മാർഗം തേടുന്നവർക്ക് യഥേഷ്ട മത്സ്യങ്ങൾ ലഭിക്കുന്നതിനും മീനൂട്ട് നടത്തുന്നു. കാട്ടിൽ നിന്ന് ലഭിക്കുന്ന കിഴങ്ങു വർഗ്ഗങ്ങളായ നൂറുകൻ, മാന്തല്, മടിക്കിഴങ്ങ്, ചിഗറ്, കാവ് എന്നിവയ്ക്കൊപ്പം കപ്പ, കാച്ചിൽ, ചേന, ചേമ്പ്, കിഴങ്ങ് എന്നിവ ഇവിടെ ദിവസവും ചുട്ടുവെക്കുന്നു. ഉമിയോട് കൂടിയ നെല്ല്, മുളയരി തുടങ്ങിയ ധാന്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന വറപ്പൊടി പ്രസാദം ഇവിടെ ഔഷധ ഗുണമേറിയതാണ്. പ്രാചീന കാലം മുതലുള്ളതും എഴുതി ചിട്ടപ്പെടുത്തിയിട്ടില്ലാത്തതുമായ കുംഭപ്പാട്ട് ഇവിടെ പൂജകളുടെ ഭാഗമാണ്. ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാ ദിവസവും പൊങ്കാല വഴിപാടുള്ള ഏക കാനന വിശ്വാസ തീരമാണ് ഇത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പൊങ്കാല വഴിപാടായി സമർപ്പിക്കാം. പൊങ്കാല തിളച്ചു മറയുന്ന ദിക്ക് നോക്കി ഊരാളി രാശി പറയും. ഇതാണ് ഇങ്ങോട്ടേക്കുള്ള ബസ്സിന്റെ സമയം. എല്ലാ ദിവസവും അന്നദാനം ലഭിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. കോവിഡ് സമയത്ത് പോലും ഇത് ഉണ്ടായിരുന്നു അത്രേ. അങ്ങനെ നല്ല ചൂട് കഞ്ഞിയും നല്ല ഉണക്കപ്പയർ തോരനും അതുപോലെ തന്നെ നാരങ്ങ അച്ചാറും കഴിച്ച് ഞങ്ങളും ആ അന്നദാനത്തിൽ പങ്കുചേർന്നു നേരെ തൃശ്ശൂർക്ക് പോകുന്നു കേട്ടോ. പിന്നെ കാണാം.